നമസ്കാരം. രാഷ്ട്രീയം പകപോക്കലിന്റെ വേദിയല്ല. പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് നരേന്ദ്രമോദി എന്ന വ്യക്തിയോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാം. നരേന്ദ്രമോദിയുടെ നയങ്ങളോട് എതിർപ്പുണ്ടെങ്കിൽ സമരം ചെയ്യാം. BJP സർക്കാരിന്റെ തീരുമാനങ്ങളെ വിമർശിക്കാം. ജനാധിപത്യത്തിൽ അതെല്ലാം അവകാശമാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയോടോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോടോ ദേഷ്യവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ തിരിച്ചടവ് പോലുമില്ലാത്ത സാമ്പത്തിക സഹായം വേണ്ട എന്ന് വെച്ചുകൊണ്ടല്ല. ന്യായമായ ജനാധിപത്യാവകാശത്തിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ട തുകയാണ് പിണറായി വിജയന്റെ കൊതിക്കെറുവിൽ കേരളത്തിന് നഷ്ടമായത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നതുപോലെ കേന്ദ്രം BJP ഭരിക്കുന്നതിന്റെ കലിപ്പ് തീർക്കേണ്ടത് കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കി ഇട്ടുകൊണ്ടല്ല. പിണറായിക്കും കുടുംബത്തിനും വേണമെങ്കിൽ, കമ്മി നേതാക്കന്മാർക്കൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിൽ കേന്ദ്രം അനുവദിച്ചു കിട്ടുന്ന തുക കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാവുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ കൈപ്പറ്റാതിരിക്കാം. അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടം. പക്ഷേ അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിട്ടത് നെറുകേടായിപ്പോയി. ഞെട്ടിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. മോദിയോട് പിണക്കമുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ രാഷ്ട്രീയം. പക്ഷേ അതിന്റെ ബിൽ അടക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളല്ല. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിനും ഗ്രാന്റുകൾക്കും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ രൂപയും കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാന കാര്യമാണ്. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പണം എന്നത് പ്രധാനമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നോ കൊടുക്കുന്ന ദാനമല്ല. ഭരണഘടനാപരമായ നികുതി വിഭജനവും ധനകാര്യ കമ്മീഷൻ ശുപാർശകളും കേന്ദ്ര പദ്ധതികളുടെ വിഹിതങ്ങളും ദുരന്ത നിവാരണ സഹായങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് പണം സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. അതിനാൽ അതിനെ മോദിയുടെ ഔദാര്യമെന്നും പിണറായിയുടെ നിരസിച്ച മോദിയുടെ പണമെന്നും മാത്രം വിശേഷിപ്പിക്കുന്നത് സാമ്പത്തിക യാഥാർത്ഥ്യത്തെ പോലും ലളിതവൽക്കരിക്കലാകും. പക്ഷേ അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. കേരളത്തിന് ലഭിക്കാവുന്ന പണം പരമാവധി നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തത് എന്നുള്ളത്. അവിടെയാണ് കണക്കുകൾ രാഷ്ട്രീയ ചർച്ചയാകുന്നത്. CAGയുടെ 2024-25 സ്റ്റേറ്റ് ഫിനാൻസ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ആ വർഷം കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റ് ഇൻ എയ്ഡിൽ വലിയ ഇടിവുണ്ടായി. പ്രധാന കാരണം ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റിലുണ്ടായ കുറവായിരുന്നു. 2024-25 ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് 4713.83 കോടി അഥവാ 65% കുറഞ്ഞതായി CAG രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ പ്രധാന കാരണം 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡിഫിക്റ്റ് ഗ്രാന്റ് അവസാനിച്ചതാണെന്നും CAG വ്യക്തമാക്കുന്നു. ഇത് സ്റ്റേറ്റ് ഫിനാൻസ് ഓഡിറ്റ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള സ്ഥിരീകരിച്ച കണക്കുകളാണ്. ഇവിടെ ഇടതുപക്ഷം ചോദിക്കേണ്ടത് മാത്രമല്ല, മറുപടി പറയേണ്ടതുമുണ്ട് ചില ചോദ്യങ്ങൾക്ക്. ഈ ഗ്രാന്റ് എന്തുകൊണ്ട് അവസാനിച്ചു? കാരണം 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കേരളത്തിന് അനുവദിച്ചിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ക്രമേണ കുറയുന്ന രീതിയിലായിരുന്നു. കണക്കുകൾ നോക്കൂ. 2020-2021 കേരളത്തിന് അനുവദിച്ച പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 15,323 കോടി. 2021-22 19,891 കോടി. 2022-23 13,174 കോടി. 2023-24 4,749 കോടി. 2024-25 ഇത് 0. ഈ തുകകളുടെ ആദ്യ 4 വർഷത്തെ ആകെ കണക്കെടുത്താൽ ഏകദേശം 53,137 കോടി. പക്ഷേ ഇവിടെ വീണ്ടും വ്യക്തത വേണം. ഈ 53,137 കോടി പിണറായി സർക്കാർ വാങ്ങാൻ വിസമ്മതിച്ച പണമല്ല. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആണിത്. 2024-25 അതിന്റെ കാലാവധി അവസാനിച്ചതാണ്. CAG വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. അപ്പോൾ യഥാർത്ഥ രാഷ്ട്രീയ ചോദ്യം മറ്റൊന്നാണ്. കേരളത്തിന്റെ സാമ്പത്തിക ഘടനയ്ക്ക് ഇത്തരം ഒരു വലിയ ഗ്രാന്റ് ആശ്രയിക്കേണ്ട സാഹചര്യം എങ്ങനെ വന്നു? 5 വർഷം കൊണ്ട് 53,000 കോടിയിലധികം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭിച്ച സംസ്ഥാനമാണ് കേരളം. അതേസമയം സ്വന്തം വരുമാനം ഉയർത്തുന്നതിലും ചെലവ് നിയന്ത്രിക്കുന്നതിലും കടബാധ്യത കൈകാര്യം ചെയ്യുന്നതിലും കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ CAG റിപ്പോർട്ടുകളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നു. ഇനി മറ്റൊരു കണക്ക്. കേരളത്തിന്റെ കേന്ദ്ര നികുതി വിഹിതം 14ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 2.5%. 15ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് അത് 1.925% കുറഞ്ഞു. ഇത് ചെറിയൊരു ശതമാന വ്യത്യാസമായി തോന്നാം. പക്ഷേ ആയിരക്കണക്കിന് കോടികളുടെ ദേശീയ നികുതി ശേഖരത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം കണക്കാക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതം വലുതാണ്.
16-ാം ധനകാര്യ കമ്മീഷനെക്കുറിച്ചുള്ള ഔദ്യോഗിക കേരള വിലയിരുത്തൽ പഠനവും ഈ മാറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിന്റെ വിഹിതം കുറഞ്ഞു? അതിന് കൃത്യമായ സാമ്പത്തിക ഭരണഘടനാപരമായ മറുപടി തേടണം. അതിനു പകരം എല്ലാ പ്രശ്നത്തിനും ഒരൊറ്റ മറുപടി: മോദി കേരളത്തോട് പക കാണിച്ചു. ഇത് പറഞ്ഞാൽ കണക്കു തീരുന്നില്ല. കാരണം ഫിനാൻസ് കമ്മീഷൻ ഒരു BJP സംസ്ഥാന കമ്മിറ്റി അല്ല. അത് ഭരണഘടനാപരമായ സ്ഥാപനമാണ്. നികുതി വിഭജനത്തിന് മാനദണ്ഡങ്ങളുണ്ട്. ജനസംഖ്യ, വരുമാന ദൂരം, വിസ്തീർണം, വനപ്രദേശം, ജനസംഖ്യാ പ്രകടനം തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഫോർമുലയിലാണ് സംസ്ഥാനങ്ങളുടെ വിഹിതം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് മോദിക്ക് പിണറായി ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ട് കേരളത്തിന് പണം കുറച്ചു എന്ന് മാത്രമുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ സാമ്പത്തിക ചർച്ചയെക്കുറിച്ചുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞാൽ ഈ വിഷയം അവസാനിക്കില്ല. എന്നാൽ അതിന്റെ മറുവശവും പറയണം. കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം നേടിയെടുക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. മോദിയോട് പിണക്കമുണ്ടെങ്കിൽ പിണങ്ങിക്കോളൂ. പക്ഷേ ഡൽഹിയിൽ പോയി കേരളത്തിന്റെ അവകാശം ചോദിക്കാൻ ആ പിണക്കം തടസ്സമാകരുതായിരുന്നു. മോദിക്ക് മുന്നിൽ പോയി ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പോലും പിണറായിക്ക് ആത്മാഭിമാനം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. മോദിക്ക് മുന്നിൽ പോയി കേരളത്തിന് അവകാശപ്പെട്ട തുക ചോദിക്കാൻ പോലും, അതിനുവേണ്ട പേപ്പറുകൾ നീക്കാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാൻ പോലും പിണറായിയുടെ ആത്മാഭിമാനം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്യാത്ത പണിക്ക് കൂലി വാങ്ങാൻ മക്കളെ സഹായിച്ചപ്പോൾ ഈ ആത്മാഭിമാനം എവിടെ പോയി എന്നാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഡൽഹിയിലെ രാഷ്ട്രീയം പിണറായിയുടേതായിരിക്കാം, പക്ഷേ കേരളത്തിന്റെ പണം കേരളത്തിലെ ജനങ്ങളുടേതാണ്. കേരളത്തിൽ കിട്ടേണ്ട പണം അത് കേന്ദ്രത്തോട് ചോദിക്കാനും കേന്ദ്രത്തിൽ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കാനും വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിനെ 10 വർഷം കേരളത്തിൽ വെച്ചുകൊണ്ടിരുന്നത്. അതിനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് നൽകി പിണറായി സർക്കാരിനെ വിജയിപ്പിച്ചത്. പക്ഷേ അതിന് കഴിയാതെ, കേരളത്തിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ, അതിന് പണം അനുവദിച്ചില്ല എന്ന കാരണം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് പിണറായി സർക്കാർ പൊടിയും തട്ടി ഇറങ്ങിപ്പോയാൽ കണക്ക് അവിടം കൊണ്ട് തീരില്ല. ഇനി സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് നോക്കിയാലും കഥ അത്ര ലളിതമല്ല. CAGയുടെ 2024-25 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 99 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് നടപ്പിലാക്കുന്നുണ്ട്. 5 പ്രധാന പദ്ധതികളെ പരിശോധിച്ചപ്പോൾ 2024-25 കേന്ദ്രം 1594-25 കോടി കേന്ദ്ര വിഹിതമായി അനുവദിച്ചു. സംസ്ഥാന സർക്കാർ 2327.09 കോടി SNA അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെങ്കിലും അതിൽ 122.78 കോടി വർഷാവസാനം ചെലവാകാതെ കിടന്നു. അപ്പോൾ മറ്റൊരു ചോദ്യം: കേന്ദ്രം പണം തരുന്നില്ല എന്ന പരാതി പറയുന്നതിന് മുൻപ് കിട്ടിയ പണം സമയത്ത് ഉപയോഗിച്ചിരുന്നു? CAG മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചില പദ്ധതികളിൽ കേന്ദ്രവിഹിതം ലഭിച്ചതിനു ശേഷം സംസ്ഥാന സർക്കാർ അത് ബന്ധപ്പെട്ട സിംഗിൾ നോഡൽ ഏജൻസി അക്കൗണ്ടിലേക്ക് സമയബന്ധിതമായി മാറ്റുന്നതിൽ വീഴ്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ചില പദ്ധതികളിൽ SNA സ്പാർഷ് സംവിധാനങ്ങളിലേക്ക് പൂർണ്ണമായി മാറുന്നതിലും കാലതാമസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചിത്രം കറുപ്പും വെളുപ്പുമല്ല. കേന്ദ്രത്തിനും ഉത്തരവാദിത്വമുണ്ട്, സംസ്ഥാനത്തിനും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു കാര്യം മാത്രമായിരുന്നു: പരമാവധി കേന്ദ്രവിഹിതം നേടണമെന്നുള്ളത്. ലഭിക്കുന്ന പണം പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്നുള്ളത്. കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നുവെന്ന് പറഞ്ഞവർ ആദ്യം പറയേണ്ടത് എത്ര രൂപ ചോദിച്ചു, എത്ര രൂപ അനുവദിച്ചു, എത്ര രൂപ ലഭിച്ചു, എത്ര രൂപ ഉപയോഗിച്ചു, എത്ര രൂപ ഉപയോഗിക്കാതെ കിടന്നു, എത്ര പദ്ധതികൾ സംസ്ഥാനത്തിന്റെ വിഹിതം നൽകാത്തതിനാൽ മുടങ്ങി. ഈ 5 ചോദ്യങ്ങൾക്ക് കണക്കോടെ മറുപടി പറയണം. അതാണ് യഥാർത്ഥ ഫെഡറലിസം. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക, എല്ലാ രാത്രിയും ഖജനാവ് കാലിയാണെന്ന് പറയുക, അടുത്ത ദിവസം വീണ്ടും കടമെടുക്കുക. ഇതാണെങ്കിൽ അത് ധനകാര്യ നയം ആയിരുന്നില്ല. അത് കണക്ക് നോക്കാത്ത രാഷ്ട്രീയം മാത്രമാണ്. പിണറായി വിജയന് നരേന്ദ്രമോദിയോട് രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിൽ അത് തുടർന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇടതുപക്ഷത്തിന് BJPയുടെ ആശയപരമായ എതിർപ്പുണ്ടെങ്കിൽ അത് അന്ന് തുടരുന്നതിലും ഇന്ന് തുടരുന്നതിലും എതിർപ്പില്ല. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരന് അതിൽ എന്ത് കുറ്റം? അവൻ നൽകുന്ന നികുതി പണം അവന്റെ റോഡിനും ആശുപത്രിക്കും സ്കൂളിനും കുടിവെള്ളത്തിനും പെൻഷനും തൊഴിൽ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായിരുന്നു വേണ്ടിയിരുന്നത്. അവന് മോദിയോടും പിണറായിയോടും രാഷ്ട്രീയ തർക്കമുണ്ടാകണമെന്നില്ല. അവന് വേണ്ടത് നല്ല ഭരണമാണ്. ഡൽഹിയിൽ BJP ഭരിക്കുന്നു എന്നത് കേരളത്തിലെ ജനങ്ങളുടെ കുറ്റമായിരുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചുവെന്നതും കേന്ദ്രത്തിന്റെ കുറ്റവുമല്ല. കേന്ദ്രം കേരളത്തിന് അർഹമായ പണം നൽകുന്നില്ല എങ്കിൽ കേരള സർക്കാർ തെളിവോടെ ചോദിക്കണമായിരുന്നു. സംസ്ഥാനം കേന്ദ്ര പദ്ധതിയുടെ പണം സമയത്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമായിരുന്നു. പിണറായിക്ക് മോദിയോട് പിണക്കമുണ്ടോ എന്നല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത്. ആ പിണക്കത്തിന്റെ വില കേരളം കൊടുത്തോ എന്നുള്ളതാണ്. ഇപ്പോഴും ചോദ്യം അത് മാത്രമാണ്. കേന്ദ്രം പണം തന്നില്ല എന്ന് പലവട്ടം ആരോപിച്ച ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പല കണക്കുകളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിണറായി വേണ്ട സമയത്ത് കേന്ദ്ര സർക്കാരിനോട് വേണ്ട രീതിയിൽ പണം ചോദിച്ചിരുന്നോ? പേപ്പറുകൾ നീക്കിയിരുന്നോ?